കർണാടകയിലെ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് ഇന്ധനാംശം കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനായുള്ള തെരച്ചിലിനായി എത്തിയപ്പോഴാണ് ഇന്ധനാംശം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഭാഗത്താണ് ഈശ്വർ മൽപ്പെ സംഘം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. പുഴയിൽ ഇന്ധനത്തിന്റെ അംശം കണ്ടെത്തി. ഇന്നലെ അർജുന്റെ ലോറിയുടെ ജാക്കി കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഇന്ന് തെരച്ചിൽ നടത്തുമെന്നാണ് ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പറഞ്ഞത്. ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇന്ധനത്തിന്റെ അംശം കൂടി കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് തന്നെ ലോറി ഉണ്ടാകും. ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്ന വലിയ ചോദ്യം അത് ബാക്കിയാകുന്നു. അതിന് ഇന്നുത്തരമുണ്ടാകുമോ, ഇന്നുത്തരം കിട്ടുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഷിരൂരിൽ തെരച്ചിലിനായി ഈശ്വർ മൽപ്പയും സംഘവും എത്തിയിട്ടുണ്ട്. നേവി ഉദ്യോഗസ്ഥരും അവിടേക്ക് മുങ്ങൽ വിദഗ്ധരടക്കം അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അർജുനെ കണ്ടെത്താനായുള്ള തെരച്ചിൽ അത് കൂടുതൽ അർജുനിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കെ വി ബൈജു ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത വരുന്നത് ഇന്ധനാംശം പുഴയിൽ കണ്ടെത്തി എന്നുള്ളതാണല്ലോ. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അശ്വതി, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ ഇവിടെ നിന്നും പുറത്തു വരുന്നത്. അതായത് ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഇന്ധനത്തിന്റെ അംശം ഇപ്പോൾ ഈശ്വർ മൽപ്പെ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ ലോറിയുടെ ജാക്കി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയ അതേ സ്ഥലത്താണ്. നമുക്ക് വേണമെങ്കിൽ ദൃശ്യങ്ങളിൽ നിന്ന് ആ ദൃശ്യം കൃത്യമായി കാണാം. ഈ വെള്ളം പുഴയുടെ അടിയൊഴുക്ക് കുറഞ്ഞതുകൊണ്ടാകാം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പക്ഷേ ഡീസലിന്റെ അംശം പുറത്തേക്ക് വരുന്നതായിരിക്കാമെന്നാണ് ഈശ്വർ മൽപ്പെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പെ ഒരുങ്ങുന്നത്. അദ്ദേഹം ഒരു വട്ടം ഈ സ്ഥലത്ത് ഇറങ്ങി പരിശോധന നടത്തി. അത് ഒരു ഡീസലിന്റെ അംശമാണെന്ന ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അത് സ്ഥിരീകരിക്കാനുണ്ട്. എന്തായാലും നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അത് പുഴയുടെ അടിയിൽ നിന്നും മുകളിലേക്ക് ഇത്തരത്തിൽ പൊങ്ങി വന്ന് ഒഴുകി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എണ്ണപ്പശ എന്ന ഒരു രീതിയിലായിരുന്നു ആദ്യം കണ്ടതെങ്കിൽ ഇപ്പോൾ അത് പുഴയിലിറങ്ങി പരിശോധിച്ചപ്പോൾ അത് ഡീസലിന്റെ അംശം പോലെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. ഏതായാലും അത് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. താഴെ നിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ അത് കൂടി മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ആ സ്ഥലമായിരിക്കും ഇപ്പോൾ പ്രധാനമായും തെരച്ചിൽ നടത്തുക എന്നാണ് മാൽപ്പെ അറിയിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇത്. ഈ ഇന്നത്തെ തെരച്ചിലിൽ ഏറ്റവും നിർണായകമാകുക ഈ ഒരു സൂചന തന്നെയാണ്. അത് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നേരത്തെ പുഴയുടെ അടിയൊഴുക്ക് വലിയ തോതിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ വെള്ളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കും അത് കാണാതെ പോയത്. ഇപ്പോൾ ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ലോറി ഉള്ള സ്ഥലം ഇപ്പോൾ നേരത്തെ കണ്ടെത്തിയ അതേ സ്ഥലം, ആ ലോറിയിൽ നിന്നായിരിക്കാം ഇത്തരത്തിൽ ഡീസൽ മുകളിലേക്ക് വരുന്ന എന്ന ഒരു സൂചന മാത്രമാണ്. അതിന് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ആ രീതിയിലാണ് മൽപ്പെ പ്രതികരിച്ചത്. ഏതായാലും അദ്ദേഹം ആ സ്ഥലം കേന്ദ്രീകരിച്ചിപ്പോൾ തിരച്ചിൽ നടത്താനാണ് ആലോചിക്കുന്നത്. ആ രീതിയിൽ ഒരു വട്ടം അദ്ദേഹം അവിടെ ഇറങ്ങി അത് പരിശോധിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് ഇറങ്ങി പരിശോധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് സ്ഥിരീകരണം വരാനുണ്ട്. വളരെ നിർണായകമായ ഒരു വിവരമായിരിക്കും ഒരു പക്ഷേ അത് ഈ തെരച്ചിലിന്റെ ഏറ്റവും നിർണായകമായ ഒരു മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലായിരിക്കും എന്തായാലും നടക്കുക. ഏതായാലും സാഹചര്യം തന്നെയാണ് ഇപ്പോഴും. കാലാവസ്ഥ രാവിലെ വളരെ ചെറിയ തോതിലുള്ള മഴ ഉണ്ടായിരുന്നെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. മഴ മാറിയിരിക്കുന്നു. ഇന്നലെ നല്ല വെയിലായിരുന്നെങ്കിൽ ഇന്ന് വെയിൽ വരുന്ന ഒരു സാഹചര്യം ഏതായാലും കാണുന്നില്ല. പക്ഷേ മഴ മൂടിക്കെട്ടിയ ഒരു സാഹചര്യമുണ്ട്. മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് തെരച്ചിലിനെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മൽപ്പെ വ്യക്തമാക്കിയത്. ഇന്ന് ഏത് രീതിയിലും തെരച്ചിൽ നടത്തും. ഇപ്പോഴാണ് ഈ മൽപ്പെ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഡീസലിന്റെ എന്ന് തോന്നിക്കുന്ന അംശം ഇങ്ങനെ പുഴയുടെ മുകളിലേക്ക് ഒലിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് അദ്ദേഹം അവിടെ ഇറങ്ങി വിശദമായി പരിശോധന നടത്തിയപ്പോഴാണ് അത് ഒരു താഴെ ഇത്തരത്തിൽ പൊങ്ങി വരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കൂടുതലായി ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് പുഴയുടെ വെള്ളം കുറഞ്ഞ സാഹചര്യത്തിൽ ഒരു പക്ഷേ ലോറി അവിടെ ആ സ്ഥലത്ത് ഉണ്ടെങ്കിൽ അത്തരത്തിൽ ഡീസൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ നേരത്തെ തന്നെ ഭാരത് ബെൻസ് കമ്പനി
വ്യക്തമാക്കിയത് ഈ വണ്ടി പരിശോധിച്ചപ്പോൾ, അപകടം നടന്ന സമയത്ത് പരിശോധിച്ചപ്പോൾ ഇതിൽ ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ടായിരുന്നു എന്നാണ്. നേരത്തെ ഡീസലിന്റെ അംശം ഒന്നും തന്നെ ഈ പുഴയിൽ എവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ ഈ വാഹനം വളരെ അടുത്ത് നമുക്ക് അരികിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തായിരിക്കണം വാഹനം ലോറി ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഇന്ദ്രപാൽ നടത്തിയ തെരച്ചിലും ഈ സ്ഥലത്താണ് വലിയ ഈ ലോഹവസ്തു, അതായത് ലോറിയുടെ ഈ സാന്നിധ്യം കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഈ ലോറി ഉള്ള സ്ഥലം കണ്ടെത്തിയെന്ന ഒരു സ്ഥിരീകരണവും അന്ന് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ അപ്പോഴും ലോറി കരികിൽ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. 29 ദിവസത്തിന് ശേഷം ലോറിയുടെ അവശിഷ്ടവും ഒപ്പം ഇത്തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ വരുന്ന മണിക്കൂറുകൾക്ക് തന്നെ അർജുനിലേക്ക് ഇന്നിപ്പോൾ 30-ാം ദിവസമാണ് അർജുനെ കാണാതായിട്ട്. അവിടെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് 30-ാം ദിവസമാണ് ഇന്ന്. നമ്മൾ നേരത്തെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയപ്പോൾ സൈന്യത്തിന്റെ ഒക്കെ സഹായത്തോടെ, നേവിയുടെ സഹായത്തോടെയൊക്കെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയപ്പോഴും ലോറിയുടേതായിട്ടൊരു ഭാഗവും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന് ഏറ്റവും വെല്ലുവിളിയായി നിന്നത് ഈ ഗംഗാവലിപ്പുഴയുടെ അടിയൊഴുക്ക് തന്നെയായിരുന്നു. മറ്റൊന്ന്, ഇതിൽ നിന്ന് തെറിച്ചു പോയതാകാം, അല്ലെങ്കിൽ ഈ ലോഡിലുണ്ടായിരുന്ന തടിക്കഷ്ണം, പലയിടത്തു നിന്നും തടിക്കഷ്ണം കണ്ടെത്തുകയും അത് ഈ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നത് തന്നെയെന്ന് മനാഫ് തിരിച്ചറിയുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ നിന്നായിരുന്നില്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴുകിപ്പോയ തടിക്കഷ്ണമായിരുന്നു. ഇപ്പൊ നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ഈ ഇന്ധനത്തിന്റെ അംശം കണ്ടെത്തി എന്ന് പറയുന്നു, ഒപ്പം ഇന്നലെ ജാക്കി കണ്ടെത്തി. അപ്പോൾ അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. അവിടെ തിരയുമ്പോൾ ഇനിയുള്ള വെല്ലുവിളി എന്താണ്? അഥവാ അവിടെ ലോറി നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, അർജുന്റെ ട്രക്ക് അവിടെ കണ്ടെത്തുകയാണെങ്കിൽ അത് മണ്ണ് മൂടിയ നിലയിലാണോ, അല്ലെ എത്രത്തോളം ആഴത്തിലാണ് എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളല്ലേ ബൈജു? അശ്വതി, അതിലേക്ക് വരും മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവെക്കാനുണ്ട്. അതായത് NDRFന്റെ സംഘം എത്തിയിരിക്കുന്നു, NDRFന്റെ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് തിരച്ചിൽ പൂർണ്ണ തോതിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണ സജ്ജമായ ഒരു തിരച്ചിൽ എന്ന് വേണം കരുതാൻ. ഇപ്പോൾ NDRFന്റെ ഉദ്യോഗസ്ഥരാണ് പുഴയുടെ ആഴങ്ങളൊക്കെ പരിശോധിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. NDRF, പോലീസ്, SDRF, ഫയർഫോഴ്സ്, ഇതെല്ലാ സംവിധാനങ്ങളും ഇന്ന് ഗംഗാവലി പുഴയിൽ ഈ തെരച്ചിലിനായി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അവർ പരിശോധന നടത്തുന്നത്, സംയുക്തമായ ഒരു പരിശോധന ഇന്ന് ഉണ്ടാകുമെന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മൽപെ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ തെരച്ചിൽ അല്പസമയത്തിനകം തെരച്ചിൽ ആരംഭിക്കും. NDRFന്റെ ഉദ്യോഗസ്ഥരും തെരച്ചിലിനായി എത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെളിയിൽ പൂണ്ട നിലയിലായിരുന്നു ഈ വാഹനം എന്ന ഒരു കണ്ടെത്തൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിന് സ്ഥിരീകരണമൊന്നും ഏതായാലും ഉണ്ടായിരുന്നില്ല. ഈ വെള്ളത്തിന്റെ അത്രത്തോളം വലിയ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല, വലിയ തോതിൽ വെള്ളം താഴ്ന്ന കിടക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം അടിയൊഴുക്ക് 2 നോട്ട്സ്, അതായത് 7 നോട്ട്സ് മനുഷ്യസാധ്യമല്ല തെരച്ചിൽ എന്ന് നേവി പറഞ്ഞ 7 നോട്ട്സിൽ നിന്നും 2 നോട്ട്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലോറിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. മാത്രമല്ല, ലോറി ഇവിടെ ഇതിനടിയിൽ ഇപ്പോൾ കൃത്യമായ ഒരു സ്ഥലം, കാരണം ഈ ഡീസൽ അതൊരു സൂചനയാണ്, താഴെ നിന്നും ഡീസൽ മുകളിലേക്ക് ഉയർന്നു വരുന്ന ആ സ്ഥലമാണ് ഇപ്പോൾ NDRFന്റെ ഉദ്യോഗസ്ഥരെത്തി വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അവർ സംഘം ഇപ്പോൾ തെരച്ചിലിനായി, അതായത് ഈശ്വർ മൽപെയും സംഘത്തെയും സഹായിക്കാനായി NDRFന്റെ സംഘം കൂടി എത്തിയിരിക്കുന്നു. ഒരു പൂർണ്ണ തോതിലുള്ള തെരച്ചിൽ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളും പറയുന്നത്. അത്രത്തോളം സംവിധാനങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ ഗംഗാവലിപ്പുഴ കടന്നു പോകുന്നത്. അർജുനിലേക്ക് എത്രയും പെട്ടെന്ന് ആ ലോറി കണ്ടെത്തി ആ ക്യാബിൻ പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തുന്നത്. ആ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ രക്ഷാദൌത്യ സംഘമൊക്കെ പങ്കുവെക്കുന്നത്. ഈ ലോറിക്കകത്ത്, ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷ. എന്തായാലും ഇന്ന് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നു അത്രത്തോളം പൂർണ്ണമായ ഒരു സജ്ജീകരണങ്ങൾ, എല്ലാ സജ്ജീകരണങ്ങളും. നമ്മൾ തുടക്കത്തിൽ ഇവിടെ ആദ്യം റിപ്പോർട്ടിങ്ങിനെത്തിയപ്പോൾ എങ്ങനെയായിരുന്നോ ഇവിടുത്തെ അവസ്ഥ, ഏത് രീതിയിലായിരുന്നോ ഈ രക്ഷാദൌത്യം ഏർപ്പെട്ടിരുന്നത്, അതേ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഇന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. പോലീസിന്റെ വലിയ സന്നാഹം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ദേശീയപാത ഏതെങ്കിലും തരത്തിൽ ഗതാഗതം ഇതുവരെ നിരോധിച്ചിട്ടില്ല, നിയന്ത്രണമില്ല. ദേശീയപാതയുടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് നിലവിൽ വിലക്കില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഗംഗാവലി പുഴയിലുള്ളത്. ഏതായാലും ഈശ്വർ മൽപയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ സംഘം 6ഓളം വരുന്ന മുങ്ങൽ അടങ്ങുന്ന
തയ്യാറെടുക്കുകയാണ്. അവർ ഇപ്പോഴും ആ ഡീസൽ കണ്ടെത്തിയ ഭാഗം അദ്ദേഹം ആ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താനുള്ള തയ്യാറെടുപ്പാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ പ്രദേശത്ത് ഇറങ്ങി തിരച്ചിൽ നടത്താനാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി വളരെ പെട്ടെന്ന് തന്റെ വസ്ത്രങ്ങൾ മുങ്ങൽ ഇതിനായി തെരച്ചിലിനായുള്ള വസ്ത്രങ്ങൾ അണിയുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം വളരെ ശാന്തനായി ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്നാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതും സംശയം പങ്കുവച്ചതും. ഇത് ഇപ്പോൾ ആ എണ്ണയുടെ ഒഴുക്ക് അത് ഒരു പക്ഷേ ഡീസലായിരിക്കാം, അല്ലെങ്കിൽ ഓയിലോ മറ്റൊന്നോ ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു സൂചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? അവിടെ നിന്ന് മാത്രമല്ല, കുമിളകൾ താഴെ നിന്നും വരുന്നു. വെള്ളം ഇന്നലത്തേതിനേക്കാളും വെള്ളം കുറഞ്ഞിരിക്കുന്നു ഗംഗാവലി പുഴയിൽ എന്ന് പറയേണ്ടി വരും. നമുക്ക് ഇവിടെ നിന്നും ആ കാഴ്ചയാണ്, അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ശിരൂർ 29 ദിവസത്തിന് ശേഷം കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഒരു പക്ഷേ അർജുനിലേക്ക് എത്താൻ ഈ ലോറിയുടെ നമുക്ക് ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ നേരത്തെ ഈ ലോറി നിർമ്മിക്കുമ്പോൾ ഉണ്ടായ ഒരു ചിത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൽ കൃത്യമായി ഈ എവിടെയാണ് ആ ജാക്കി സൂക്ഷിച്ചിരിക്കുന്ന ആ ജാക്കി ബോക്സ്, അതിന്റെ ഫോട്ടോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ കാണുന്ന സ്ഥലത്ത് അവിടെയാണ് ഈ ജാക്കി സൂക്ഷിച്ചിരുന്നത്. അത് വളരെ പെട്ടെന്ന് തകർന്നു വീഴാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇന്നലെ സംശയിച്ചിരുന്നത് ആ ജാക്കി ഇത്തരത്തിൽ തകർന്ന നിലയിലായിരിക്കുമോ ലോറി എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതല്ല, ആ ഭാഗം അത് ബെൻസ് കമ്പനി നിർമ്മിച്ചതല്ല, അത് എക്സ്ട്രാ ഇവർ നിർമ്മിച്ചതാണെന്ന ഒരു സ്ഥിരീകരണത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെയെങ്കിൽ അത് അത്തരത്തിൽ പെട്ടെന്ന് അപകടം ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് തെറിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോറി പൂർണ്ണമായും തകർന്നു എന്ന ഒരു വാദത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് ഈശ്വർ മൽപെ വ്യക്തമാക്കിയത്. അത്